അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ഓരോ പാർട്ടുകൾ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുപോലെ ബാക്ക് പാർട്ട്, അതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഒരു ഭാഗം, പിന്നെ 2 പാർട്സ് വേറെ, പിന്നെ അതുപോലെ സ്ലീവ്, അങ്ങനെ ഓരോന്നും നമ്മൾ മെയിൻ ക്ലോത്തിൽ വെട്ടി വെച്ചിട്ട് ഞാൻ അന്ന് കാണിച്ചു തന്നല്ലോ. അപ്പോൾ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല ഇതിൻ്റെ തയ്യൽ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ അറിയാത്തവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. പിന്നെ ആ വീഡിയോയിൽ വളരെ ലെങ്ത്തായി പോകും നമുക്ക് വീഡിയോ. അപ്പോൾ ഈ ഒരു 2 ഭാഗങ്ങളില്ലേ, നമ്മൾ കട്ട് ചെയ്ത 2 ഭാഗം, അതായത് ചുറ്റും നമ്മൾ ഇതുപോലെ ലൈനിങ്ങായിട്ട് ചേർത്ത് വെച്ചിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കാണിക്കുകയാണെങ്കിൽ ആ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുമ്പോഴേ നിങ്ങൾക്ക് തന്നെ ഒരു ഇതാവും കേട്ടോ. പിന്നെ അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെയാക്കിയത്. പിന്നെ ഇങ്ങനെ ഈ തരത്തിൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് തടിയുള്ളവർക്കും, ഇപ്പോൾ തടിയുള്ളവർക്കൊക്കെ പ്രിൻസസ് കട്ട് ഇടുമ്പോൾ ചിലപ്പോൾ അത് പെർഫെക്റ്റായിട്ട് വരില്ല ഇങ്ങനെ തയ്ച്ചിടുമ്പോൾ. പക്ഷേ ഈ ഒരു രീതിയിൽ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു രീതിയിൽ തയ്ക്കുമ്പോൾ കറക്റ്റ് പഫ് നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചത്. ഞാൻ ആദ്യം നമ്മൾ സാധാരണ ഒരു 2 ഇഞ്ച് വരെയൊക്കെയുള്ള ഡാർട്ട്, അത് കറക്റ്റ് തന്നെയാണ്, പക്ഷേ ഇത് തടി കൂടിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് പറയണത്. അപ്പോൾ ഇതുപോലെ ബാക്ക് പാർട്ട് ലൈനിങ് വെച്ച് തയ്ച്ചെടുത്തു കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്ച്ചെടുക്കുക. ബാക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടില്ലേ, ഒപ്പം വെച്ച് തയ്ച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിലൊരു ഡാർട്ട് ഉണ്ടല്ലോ, ആ ഡാർട്ടൊക്കെ ഇടണം കേട്ടോ. ഞാനപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഒരുപോലെ വെച്ചിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഞാൻ അതൊക്കെ തയ്ച്ചെടുത്തു കേട്ടോ. എല്ലാ പാർട്സും അതിൻ്റെ ലൈനിങ്ങായിട്ട് മെയിൻ ക്ലോത്തായിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുത്തു. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഫ്രണ്ടിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം നമുക്ക് വെട്ടിയത് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം എടുക്കുക, എന്നിട്ട് ഈ ഒരു ഭാഗം കണ്ട ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് തയ്ച്ചു കൊടുക്കേണ്ടത്. അതുപോലെ ഇപ്പുറത്തെ ഭാഗം ഇപ്പുറത്തും വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ മെയിൻ ക്ലോത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ തയ്ച്ചെടുക്കുക വേണ്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് താഴോട്ട് നമ്മൾ തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ഇത് വലിക്കരുത്. ഇത് വലിക്കാണ്ട് ആ തുണി എങ്ങനെയാണോ ഒരു ലെവലിൽ പോണേ ആ ഒരു ലെവലിൽ തന്നെ മാത്രം തയ്ച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം കയറി ഇറങ്ങിയിരിക്കും, ഇതിൻ്റെ അടിഭാഗത്ത് പ്രത്യേകിച്ചും. അപ്പോൾ ഒരു ഭാഗം കയറിയും ഒരു ഭാഗം ഇറങ്ങിയിരിക്കുമ്പോൾ നമുക്കത് നമ്മൾ വിചാരിക്കും അത് വെട്ടിക്കളയാമെന്ന്. പക്ഷെ അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു അളവ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ വലിക്കാതെ ആ തുണിയോട് ചേർത്ത് വെച്ച് 2 തുണികളും ഒരുപോലെ ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുകയാണെങ്കിൽ, ആ തുണി വരണ ലെവലിൽ തന്നെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇറക്കം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കയറി ഇറങ്ങിയിരിക്കുക. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ ഒരു അളവ് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്തിരുന്നു, അങ്ങനെ വലിച്ച് തയ്ക്കരുതെന്ന് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ലീവിന് കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടാ. അപ്പോൾ നമ്മൾ സ്ലീവ് ലൈനിങ് കുഴിച്ച് വെട്ടാണ്. അപ്പോൾ നല്ല പുറങ്ങൾ ഒരുമിച്ച് വെക്കണം കേട്ടോ. നല്ല പുറങ്ങൾ ഒരു മുഖത്തോട് മുഖം വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ നീർത്തിയിടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ മറച്ചെടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പുറത്ത് അതുപോലെ വരും. മനസ്സിലായല്ലോ, നല്ല പുറത്ത് ഫ്രണ്ട് ഭാഗത്ത് തന്നെ കുഴിച്ച ഭാഗം വരും. ഇനി ഇത് ലൈനിങ് ആയിട്ട് നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്തായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. മെയിൻ ക്ലോത്തായിട്ട് ഇതുപോലെ ഞാൻ ചെയ്യണം ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചത് ഇതുപോലെ മറച്ചിടുക. നിങ്ങൾക്ക് അറിയാമല്ലോ സ്ലീവിൻ്റെ അത് എക്സ്ട്രാ കാണിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് കാണിക്കാൻ. ഇനി നമ്മൾ നെക്ക് ക്യാൻവാസിലല്ല ചെയ്യുന്നു പറഞ്ഞത്. അപ്പോൾ ക്യാൻവാസ് ഇതുപോലെ 2ആയിട്ട് മടക്കിയെടുത്തു. അപ്പോൾ ഞാൻ എനിക്കിത് ഉണ്ടാവും, ഞാനിതിൽ ഒരു 4 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ഞാൻ ക്യാൻവാസിൽ 4 ഇഞ്ചല്ല കേട്ടോ ഞാൻ എടുക്കേണ്ടത്, 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 2.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, സോറി കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ താഴേക്ക് ഒരു 8.5 ഇഞ്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം 8.5 ഇഞ്ച് എടുത്താലേ നമുക്ക് വീനക്കാണല്ലോ അത്ര ഇറക്കം കിട്ടുള്ളൂ. എൻ്റെ ഈ ഒരു തടിയുള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2.25 എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങളോട് പറയാൻ നേരത്തെ തെറ്റി പറഞ്ഞാണ് എടുത്തു. അതിന് ശേഷം ഇതുപോലെ എടുത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണോ ക്യാൻവാസ് കട്ട് ചെയ്യുക അതുപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ തുണിയിൽ വെച്ചിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിലേക്ക് സെൻറ്റർ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കില്ലേ. നമ്മൾ സാധാരണ നെക്കിന് എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ ആ ഒരു നമ്മുടെ ആ ക്യാൻവാസിൻ്റെ ആ ഒരു ഭാഗം ചേർന്ന് നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ക്യാൻവാസിൻ്റെ ആ ഒരു തുമ്പത്തെ ആ ഒരു ഭാഗമല്ലേ, ആ ഒരു വി ഷേപ്പിൻ്റെ ആ ഭാഗം വരെ നമ്മളൊന്ന് ആ ഭാഗത്തോടെ ആ ഒരു വി ഷേപ്പ് കറക്റ്റായിട്ട്
കറക്റ്റായിട്ട് നമ്മളൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതുപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് തയ്ച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ട് ഞാനൊരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് കണ്ടില്ലേ, ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ടാണ് ഞാൻ ഈ ചോക്ക് കൊണ്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയാനാണ്. 1/4 ഇഞ്ച് നമുക്ക് ഇങ്ങനെ നിൽക്കണം കേട്ടോ, തള്ളി നിൽക്കണം. അപ്പോൾ ഇത് കണ്ടോ, ആ ഒരു ലൈനിൽ കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. നമുക്കത് ക്യാൻവാസ് മറച്ചിടാനുള്ളതാണ്, ആ നെക്കിൻ്റെ ഭാഗം നമുക്ക് മറച്ചിടാനുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മളിത് ഇതുപോലെ കണ്ടോ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നെക്ക് ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതും ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ സ്റ്റിച്ചിൽ തട്ടരുത് കേട്ടോ. സ്റ്റിച്ചിൽ അങ്ങനെ കൊള്ളാണ്ട് നമ്മൾ ചെറുതായിട്ട് കത്രി കൊണ്ടൊന്ന് ചെറുതായിട്ട് വെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വെട്ടി കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ മറഞ്ഞു പോകുമ്പോൾ കണ്ട കറക്റ്റായിട്ട് മറഞ്ഞു വരും, ഇല്ലെങ്കിൽ മറഞ്ഞു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ മറച്ച് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു വീനക്ക് കിട്ടിയിട്ടാണ്, ഒരു സാധാരണ ഒരു വീനക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വീനക്ക് നമ്മളൊന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, അതുപോലെ ഒന്ന് ആ വീനക്കിൻ്റെ ഭാഗത്ത് അപ്പം നമ്മുടെ ആ ഒരു നെക്ക് ഫിനിഷ് ആയി കിട്ടല്ലോ ആ ഒരു ഭാഗം. ഇതൊരു പ്രത്യേകതരം തുണി, ഒരു സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ തയ്ക്കാൻ കുറച്ചൊരു ചുളിഞ്ഞിരിക്കണ പോലെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ ഞാൻ ഇതിൻ്റെ ഹുക്കും അയ്യൊക്കെ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഹുക്കിൻ്റെ അതിൻ്റെ ഭാഗം വെക്കുന്നത് കാണിച്ചിട്ടില്ല, അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഭാഗത്ത് ഒരു ക്രോസ് പീസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദേ ക്രോസ് പീസ്, 1 ഇഞ്ചിൻ്റെ ക്രോസ് പീസ് ഇതേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്, ബ്ലൗസിന് നമ്മൾ വെച്ച് കൊടുക്കുമല്ലോ, ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ദേ ക്രോസ് പീസ് അടിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ മടക്കിയ പോലെ തന്നെ മടക്കാട്ടോ. എന്നിട്ട് ഒന്ന് മടക്കിയിട്ട് നമ്മളിത് ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ഫുള്ളായിട്ട്. മടക്കണതിന് മുമ്പ് ഒരു ഭാഗം നമ്മൾ ആ തയ്ച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട്. കണ്ടോ, ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, അതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കണം. നമ്മൾ കണ്ടില്ലേ, ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന്. എനിക്ക് പറയുമ്പോൾ അത് കൂടുതലായിട്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും. ഇതുപോലെയാണ് ഞാൻ തയ്ച്ചെടുത്തത്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഭാഗങ്ങൾ വരും കേട്ടോ. അതൊക്കെ നമ്മളൊന്ന് പറ്റ കട്ട് ചെയ്യാം കേട്ടോ. ആ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഒരു രീതിയിൽ നമ്മൾ അറ്റം വരെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഷോൾഡറുകൾ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡറുകൾ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഞാൻ ഈ വീഡിയോയിൽ വെക്കണ പോലെ തന്നെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു അരയിഞ്ചിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ പുറത്തേക്ക് എടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വരും കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് വരും, നല്ല നീറ്റായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിനിങ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിയിലൊരു പട്ട വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു അപ്പോൾ തയ്ച്ച് വന്നപ്പോൾ ഒരു 1.25 ഇഞ്ച്, അപ്പോൾ ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് നമ്മൾ തുണി എടുത്തിട്ട് ഇതുപോലെ ഒരു തയ്ക്കുക കേട്ടോ. ഒരു മടക്കി ഒറ്റ പ്രാവശ്യം ഒന്ന് മടക്കി ചെറുതായിട്ട് തയ്ച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല പുറത്ത് വെച്ചിട്ട് ഇതുപോലെ വെക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു 1/2 ഇഞ്ചാണല്ലോ നമ്മൾ താഴെ തയ്യൽ തുമ്പിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ തയ്യൽ തുമ്പിക്കൂടെ 1/2 ഇഞ്ചിക്കൂടെ നമ്മൾ തയ്ച്ചെടുക്കട്ടെ. അതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ തന്നെ വേണം. ഇതുപോലെ ഓരോ പീസ് വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ. ബാക്ക് പാർട്ടിലും ഇതുപോലെ തന്നെ ചെയ്യുക, ഫ്രണ്ട് പാർട്ടിൽ ഇപ്പം ഞാൻ കാണിക്കണുള്ളൂ. എന്നിട്ട് അതൊന്ന് പതിച്ചടിക്കുക കേട്ടോ. ആ ഒരു നമ്മുടെ ലൈനിങ്ങുമ്മയാണ് നമ്മൾ ആ കൊടുത്ത തുണിയില്ലേ, അപ്പോൾ ആ പീസുമ്മയാണ് ഇതുപോലെ തയ്ക്കേണ്ടത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് തയ്ച്ച് അതിനാ ഒരു ടോപ്പ് സ്റ്റിച്ച്, അതായത് പതിച്ചടിച്ചു കൊടുക്കുക, പതിച്ച്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് ഇനിയും നമുക്കത് തുന്നി ഇതാക്കാൻ വേണ്ട കേട്ടോ. ഇതുപോലെ നമ്മൾ പതിച്ചു കൊടുത്തു. പിന്നെ നമുക്കിനി അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് മടക്കി തുന്നേ വേണ്ടു കണ്ടോ. അപ്പം നല്ല നീറ്റായിട്ടിരിക്കും അവിടെ അങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോൾ കേട്ടോ, ഒന്ന് പതിച്ചടിക്കുമ്പോൾ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് പാർട്ടിലും നമ്മൾ ഇതേപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിലും ചെയ്യാട്ടോ. ഞാൻ ഇതുപോലെ ചെയ്യണത് കിടക്ക ഷേപ്പൊക്കെ ഒന്ന് ചെറുതാക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു. കണ്ടോ, അപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി സ്ലീവ് വെച്ച് കൊടുക്കുക. അപ്പോൾ സ്ലീവുകൾ എടുക്കുക. അപ്പോൾ സ്ലീവ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുഴിച്ച് കെട്ടിയ സ്ലീവുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരണം, അത് കേട്ടോ, ഇത് ഫ്രണ്ടിലോട്ട് വരണം അതേ ഭാഗങ്ങൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ വെക്കണം, ആ കുഴിച്ച് കെട്ടിയ ഭാഗം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ലീവും ഇതുപോലെ വെച്ച് കൊടുക്കുക. സെൻറ്ററോട് സെൻറ്റർ ചേർത്ത് സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ നമ്മുടെ ബ്ലൗസിൻ്റെ സെൻറ്ററും ഇതുപോലെ വെച്ചിട്ട് താഴേക്ക് തയ്ച്ചെടുക്കുക. സ്ലീവ് തയ്ക്കുമ്പോൾ ഒരു കാരണവശാലും വലിക്കരുത് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി ഇട്ടിരുന്നതാണ്, എന്നാലും നമ്മൾ ഒന്നുകൂടെ
കൂടെ നമ്മുടെ ആ ഒരു ഷേപ്പ് അളന്നെടുക്കുക. അപ്പം നിങ്ങളുടെ ഷേപ്പ് എത്രയാണോ ആ ഷേപ്പ് ഞാൻ എൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് സെൻറ്ററിൽ വെച്ച് ഞാൻ കൊടുക്കുകയാണ്, അളന്ന് കൊടുക്കുകയാണ് കേട്ടോ. അവൻ്റെ വേസ്റ്റിൻ്റെ എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് അളന്ന് നമ്മൾ ആ ഒരു ഷേപ്പ് കൈയിൻ്റെ ആ ഭാഗത്ത് സ്ലീവിൻ്റെ ആ ഭാഗമൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് എൻ്റെ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തയ്ക്കുമ്പോൾ നമുക്ക് തടി കൂടിയവർക്കാണെങ്കിലും കണ്ട നല്ല പഫായിട്ട് നിൽക്കുന്നുണ്ട് ആ ഭാഗം. പാഡൊക്കെ വെച്ച പോലെയൊക്കെ പാഡ് നല്ല ഇതായിട്ടിരിക്കും കേട്ടോ, നല്ല നീറ്റായിട്ടിരിക്കും ആ ഒരു ഭാഗം. അപ്പോൾ ഇതാ അതുപോലെ ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ബാക്കിൽ ഞാൻ ഇത്തിരി ഇറക്കത്തിലാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ്. ഇത് എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക, ഈ ഒരു മെത്തേഡിൽ കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ആ ബ്ലൗസ്.